കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവിനെ കുറിച്ചുള്ള വരവിന്റെ അടയാളങ്ങളെ കുറിച്ചും ഈ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വേദപുസ്തകം വിവരിക്കുന്നത് പോലെ സംഭവിക്കുമ്പോൾ ഭയത്തോടെയും കണ്ണീരോടെയും ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം എന്നുള്ളത്. നിങ്ങൾ ഈ സത്യസുഖിച്ച ലോകത്തിന് എത്രത്തോളം എത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഭക്തിയാരാധനയാണ്. ദൈവം ഈ ദേശവാസികളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ ഒരു പാട്ടോടുകൂടെ ആരംഭിക്കുകയാണ്. സന്തോഷം സമാധാനം ഈ ലോകം നൽകുകില്ല. സന്തോഷം സമാധാനം കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. മാധ്യമോ മയക്കുമരും മതമോ രാഷ്ട്രീയമോ, മാധ്യമോ മയക്കുമരും മതമോ രാഷ്ട്രീയമോ, എവിടെ എവിടെ സംതൃപ്തി, എവിടെ 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 സംതൃപ്തി, എവിടെ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരെ, ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരെ, യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. ദേവദാസൻ ജെയിംസിന് ഞാൻ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ദൈവത്തിനധിപതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ലോകത്തിലെ അനേക മക്കള് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു തുണ്ട് സമയം പോലും കിട്ടാൻ അവസരമില്ലാതെ നെട്ടോട്ടത്തിന്റെ ചിന്തയിൽ നടക്കുന്ന അനേക മനുഷ്യരും വ്യക്തികളും ഇന്ന് ലോകത്തിന് മുമ്പിൽ കൂടി നടക്കുമ്പോൾ ഒരു ദിവസം മദ്യം ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് എനിക്കുണ്ട്. കാരണം ഇന്ന് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടില് വിരുന്നുകാരന് ഒരു മദ്യമുണ്ടായിരിക്കും. ഒരു കുട്ടി ആരെങ്കിലും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവിടെയും അവിടെ മദ്യം ഒഴികൊണ്ടിരിക്കും. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും മദ്യത്തിന്റെ അടിമയായി തീർന്നിരിക്കുന്ന ഈ കാലയളവില് നമ്മൾ ഓരോ വ്യക്തികളും ഈ ഭൂമിയുടെ മുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം, ഒന്ന് നിങ്ങൾ നിൽക്കണം. നിങ്ങൾ പോകുന്ന വഴി ഒരിക്കലും അടഞ്ഞു കിടക്കാത്ത വഴി ദൂരെ കിടക്കുകയാണ്. അത് നീണ്ടു കിടക്കുന്ന വഴിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പോകുന്ന വഴി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ ഇന്ന് മനുഷ്യർ നെട്ടോട്ടം ഓടി നടക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഒന്ന് ബിസിനസ്സുകാരുമായി അവര് ഒരിക്കലും സമയം കിട്ടാത്ത അവസ്ഥയിൽ ഓടി നടക്കുന്നു. ഒരു ഞായറാഴ്ച പോലും കിട്ടാത്ത അവസ്ഥയിൽ മനുഷ്യൻ ഓടി നടക്കുകയാണ്. എന്നാൽ സഹോദര ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും
ഒരു ജീവൻ നൽകി തന്നിട്ടുണ്ട്. എന്നാൽ ആ ജീവൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ജന്തുവിന്റെ പ്രാണൻ ദൈവത്തിന്റെ കയ്യിലും മനുഷ്യരുടെ വായു ശ്വസിക്കുന്ന വായു ദൈവത്തിന്റെ കയ്യിലുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശ്വാസം നിൽക്കുന്നത് ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ഓടുമ്പോഴും ചാടുമ്പോഴും ഒന്ന് ചിന്തിക്കണം, ആ ശ്വാസം ഒന്ന് നിലച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം നോക്കുക. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്താണ് ലോകത്തെ സ്നേഹിക്കാൻ കാരണം? ഈ ലോകത്തുള്ള കാണുന്ന സകല ജനതകളെയും ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൃപയുടെ യുഗകാലമാണ്. ഇന്ന് രക്ഷാ ദിവസമാണ്. ഇന്ന് സുപ്രസാദ കാലമാണ്. ഈ സുപ്രസാദ കാലം അടയേണ്ട സമയമായി തീർന്നിരിക്കാൻ അധികം നാളുകൾ ഇനിയില്ല നമ്മുടെ മുമ്പില്. അതുകൊണ്ട് രക്ഷാ ദിവസം തീരുമ്പോഴേ ഞങ്ങളെ പോലെ ഓരോ വ്യക്തികള് ബൈബിളിന്റെ അകത്തേരിക്കുന്ന വചനങ്ങള് അനേക വ്യക്തികളോട് സുവിശേഷം പറയാൻ തക്കോണം ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കാന് ഞങ്ങൾക്ക് ഇതേപോലെ സമയം